കുട്ടികൾ കുറവായിരിക്കും. അതാണ് നമുക്ക് പറ്റുന്ന കുഴപ്പം. എല്ലാവരോടും ഞാൻ പറയട്ടെ, ഇപ്പം മദ്രസ തുറക്കാൻ പോവുകയാണ്. 7 കുട്ടികളെ ചോദിച്ചു നോക്കി, ഉസ്താദ്മാരോട് 45 55 ഉണ്ടാവും. പക്ഷെ അവിടുന്ന് അങ്ങോട്ട് 10 15 5 2 3 വെറുക്കാനേ ഉള്ളൂ. നമ്മളെ കുട്ടികൾക്ക് അത്യാവശ്യം ഒരു ബോധെത്തുന്ന സമയത്ത് നമ്മൾ അത് നിർത്തി, അത് കരിച്ചു, ഇനി മതി, മരവിപ്പിച്ചു. പിന്നെ ഈ കുട്ടികൾ എവിടുന്ന് പഠിക്കും? ബാക്കിയൊക്കെ ആൺകുട്ടികൾ കച്ചവടം, ബാക്കിയുള്ള മേഖലകളൊക്കെ പഠിക്കണം. അതിന് 9 10 പഠിക്കണം. ഇനി അങ്ങനെ പറഞ്ഞയക്കുന്നവർ തന്നെ പറഞ്ഞയച്ചാൽ എങ്ങനെ പറഞ്ഞയക്കും? 5-ന് വരും, 25-ന് പോകും. 20 മിനിറ്റ് ഒന്ന് ഒപ്പിടാൻ വേണ്ടി വരികയാണ്. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. ഞാൻ തുറന്ന് പറയാം, നിങ്ങൾക്ക് ഇഷ്ടായാലും വേണ്ടി ഇഷ്ടായാലും വേണ്ടില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എൻ്റെ പൊതുവെ നിലപാട് അങ്ങനെയാണ്. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. പഠിപ്പിക്കേണ്ട ഘട്ടത്തിൽ ആ 1 മണിക്കൂറെങ്കിലും ഒന്ന് പറഞ്ഞയപ്പിച്ച് മട്ടത്തിൽ പഠിപ്പിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ദ്വാരക്കാൻ ഏറ്റുന്നിട്ടൊന്നും കാര്യം ഉണ്ടല്ലോ, കുട്ടിൻ്റെ വൈക്ക് പോകും. അതിലൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. നല്ലോണം പഠിപ്പിക്കണം, ദീന് പഠിപ്പിക്കണം. വലിയ വലിയ ഖലീഫമാരൊക്കെ മക്കൾക്ക് ദീന് പഠിപ്പിച്ച് കിട്ടില്ലേ? നിങ്ങൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അവരെ മക്കൾക്ക് ഭരണാണ് കയ്യിലുള്ളത്, എല്ലാം ഉണ്ട്. പക്ഷെ മക്കളെ പഠിപ്പിക്കാൻ ഏൽപ്പിച്ച മുഅല്ലിമിനോട് മഹാനവറുകൾ കൊടുത്ത നിർദ്ദേശം എന്താ അറിയോ? ഖലീഫന്റെ മക്കളാണെന്ന് കരുതിയിട്ട് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകരുത്, കർശനായി പഠിപ്പിക്കണം. അങ്ങനെ നിർദ്ദേശം കൊടുത്തത്. ഖലീഫന്റെ കുട്ടികളല്ലേ, അങ്ങനൊക്കെ മതി, അങ്ങനെ ഉണ്ടാകരുത്. നിങ്ങളൊരു മുഅല്ലിം എന്ന നിലയ്ക്ക് എങ്ങനെ പഠിപ്പിക്കണോ അങ്ങനെ പഠിപ്പിക്കണം. അതിന് വിട്ടുവീഴ്ച ഒന്നും ചെയ്യരുത്.